ഭീകരവാദം നടന്നു. ഭീകരവാദം നടന്നു. ആ ഭീകരവാദത്തെ എന്താണ്? തള്ളിപ്പറയണം. ആ ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞ് ആ ഭീകരവാദികളെ സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറയണം. തള്ളിപ്പറഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ആ ഭീകരവാദികളെ എന്താണ് ഇത്തരത്തിൽ ലിങ്ക് ചെയ്യിച്ച എന്താണ് കാര്യം, അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്ന രീതിയിലല്ലേ നമ്മുടെ രാജ്യത്തിന് ഗുണം വരണം എന്ന് ചിന്തിക്കുന്ന ഒരു മാധ്യമം സംസാരിക്കുക. അപ്പോൾ ഇവിടെ ആരാണ് വിഭജനം ഉണ്ടാക്കുന്നത്? അതായത് ഇങ്ങനെ ഈ മാധ്യമം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണുന്ന അത്രയും ആൾക്കാർ എന്തു ചെയ്യും? ശരിയാണ്, അവരങ്ങനെ പറഞ്ഞു, ഇനിയൊരു അന്വേഷണം വരട്ടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. സർക്കാരിൻ്റെ ഭീകരാക്രമണമാണോ? ഇത് ബീഹാറിൽ നടക്കുന്നതിൻ്റെ ബാക്കി പത്രമാണോ? അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടോ മാധ്യമങ്ങൾ പറയുന്നതല്ലേ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവരെ കാണുന്ന പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത്? ഇവരെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത്, ഓ അപ്പോൾ ഇത് സർക്കാരിൻ്റെ സ്പോൺസേർഡ് ഭീകരാക്രമണമാണല്ലേ, ഓ അത് ശരി എന്നൊക്കെ അവർ വിചാരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് വിഭജനം ഉണ്ടാകുന്നത്? ആരാണ് ഈ വിഭജനം ഉണ്ടാക്കുന്നത്?